ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനുമായി ഒരു യുദ്ധം ആസന്നമായി വരികയാണ്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന കൃത്യമായ സന്ദേശം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെ ഒരു ഘട്ടത്തിൽ നൽകി. ഇപ്പോൾ കരസേനാ മേധാവി തന്നെ പറയുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടായേക്കാം, അതിനെ രാഷ്ട്രം ഒറ്റക്കെട്ടായി നേരിടും, ശക്തമായ തിരിച്ചടി അയൽരാഷ്ട്രത്തിന് നൽകും എന്നൊക്കെ സൈനിക മേധാവി ഈ ഘട്ടത്തിൽ പറയുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ മോഹൻ വർഗീസ്? ഉണ്ടാകുന്നതെന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുന്നില്ല. പക്ഷേ എപ്പോഴും പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധത ഒരു റെറ്ററിക്കായി എടുത്തുകൊണ്ടാണ്. ഒരു ഗവൺമെന്റിന്റെ തന്നെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുറിവേറ്റിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്ത്യക്ക് പൂർണ്ണ വിജയമാണ് നൽകിയത്. അത് തീർച്ചയായും പാകിസ്ഥാൻ ഉൾക്കൊള്ളാനാവുന്നതല്ല. DGMO തലത്തിൽ നടന്ന ചർച്ചകളുടെ പരിസമാപ്തിയിൽ യുദ്ധം നിർത്തിവെച്ചു എന്നല്ലാതെ നിർത്തിവെക്കുക മാത്രമാണ് ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ധൂർ എന്നത് അബ്രോഗേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും അത് ഷെൽവ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായി അത് ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തീവ്രവാദ ക്യാമ്പുകളിൽ ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പാകിസ്ഥാനും തള്ളിക്കളയാനാവില്ല. പക്ഷെ ഇവിടെ ഉപേന്ദ്ര ദ്വിവേദിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കമന്റ് വളരെ ശ്രദ്ധേയമാണ്. രാജ്യത്തിലെ സൈനികർ മാത്രമല്ല, ദ ഹോൾ നേഷൻ വിൽ ബി ഇൻവോൾവ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ഭാരതത്തിലെ സോഫ്റ്റ് ടാർഗറ്റ്സ്, അതായത് നഗരങ്ങൾക്ക് നേരെ അവിടുത്തെ ഭീകരാക്രമണങ്ങളാകാം, മുൻകാലങ്ങളിൽ മുംബൈ ഭീകരാക്രമണം, ഡൽഹി ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ആക്രമണം നടക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത മുഴുവൻ സൈന്യത്തിന് പിന്നിൽ അണിനിരക്കും എന്നതാണ്. അതായത് ജനം ആയുധമെടുത്ത് പോരാടുമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ജനം പൂർണ്ണമായി സൈനികരുടെ ഒപ്പം നിൽക്കും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒപ്പം നിൽക്കും പാകിസ്ഥാനെതിരെ. അത് ദേശത്തിന്റെ ദൃഢനിശ്ചയമാണ്. ആ രീതിയിൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമാണ്. കാരണം സജ്ജമായി നിൽക്കുമ്പോൾ മാത്രമേ പാകിസ്ഥാനി ഗവൺമെന്റിന് ഒരു കെട്ടുറപ്പുണ്ടാകൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമായ കാര്യമൊന്നുമല്ല. കാരണം ഭാരതം അതിൻ്റെതായ ഒരു ഡെവലപ്മെന്റൽ ട്രാക്കിൽ മുന്നോട്ട് പോവുകയാണ്. പാക് വിരുദ്ധതയിലോ ചൈനീസ് വിരുദ്ധതയിലോ മാത്രം ആസ്പദമാക്കിയല്ല ഇന്ത്യയുടെ സർക്കാരിന്റെയും ഒക്കെ നിലനിൽപ്പ്. അതുകൊണ്ട് ഈ രണ്ട് ഓപ്പറേഷണൽ സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിസ്റ്റവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിസ്റ്റവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് സജ്ജരായി ഇരിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നത്. ഭീകരരെ കയറ്റി അയക്കുന്നതിൽ, ഭീകരത നട്ടുനനച്ച് വളർത്തി ഭീകരത ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനകളാണ് അസിം മുനീറിന്റെ പ്രസ്താവനകളിൽ കാണുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ആ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുകയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാനുമായി ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധം ആസന്നമാകുകയാണ്. അതിന് സൈന്യവും രാഷ്ട്രവും ഒരുപോലെ തയ്യാറെടുക്കുന്നു. അതിൽ വിജയം സുനിശ്ചിതമാകും എന്നാണ് നമ്മുടെ സൈനിക മേധാവി ഇപ്പോൾ വിശദീകരിക്കുന്നത്.